بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وقل عبادي يقولوا التي هي أحسن إن الشيطان ينزع بينهم إن الشيطان كان للإنسان عدوا مبينا. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഇസ്രായിലെ 53-ാമത്തെ ഒരു ചെറിയ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. വഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയണം, ലിഇബാദി, എന്റെ അടിമകളോട്, യഖൂലുല്ലതീ ഹിയ ഹസൻ, അവര് നല്ല വാക്കുകൾ മാത്രം മൊഴിയണമെന്ന് പറയണമെന്ന് അവരോട് പറയണം. കാരണം ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, മനുഷ്യന്റെ വളരെ തെളിഞ്ഞ വ്യക്തമായ ശത്രുവാണ്, ഒരു തുറന്ന ശത്രുവാണ് പിശാച് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ആ മേഖലകളെ മുഴുവനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാസത്തെ ട്രെയിനിങ്, പരിശീലനം പൂർത്തിയാക്കിയവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, കേവലം ഒരു പരിശീലനമായിട്ടല്ല, ഒരു ട്രെയിനിങ് ആയിട്ടല്ല, ഒരു ഇബാദത്ത് എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ഈ പരിശീലനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ മഹത്വം അത് ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രമുള്ളതല്ലല്ലോ. റമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ നിലനിൽക്കേണ്ടതാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇബ്ലീസിനെ നോമ്പ് കാലത്ത് കെട്ടിയിടുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ആ ശൈത്താന് എത്ര ശക്തിയിലാണ് കുതിച്ചു വരിക എന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. കാരണം നോമ്പ് തുറന്ന് അത് കഴിഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ ആ പിശാചിന്റെ സർവശക്തിയുമായി അവൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അവസ്ഥയാണ് നമുക്ക് നമ്മുടെ ജീവിത ചുറ്റുപാടിൽ കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീത് നമുക്ക് തരുന്നുണ്ട്. ആദമിന്റെ മക്കളെ, നരകത്തിലേക്ക് നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന 2 അവയവങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് റസൂലുള്ളാഹി അതിന്റെ ആദ്യത്തിൽ പറയുന്നത് അൽ ഫം എന്നാണ്. ഫമുൻ, അൽ ഫമു നമ്മുടെ വായയാണ്. എന്ന് വെച്ചാൽ ഇതുവരെ ശുക്രിനും ഹംദിനുമൊക്കെ നമ്മൾ കൂടുതലായി ഉപയോഗിച്ചിരുന്ന നമ്മുടെ നാവിനെ, നമ്മുടെ വായയെ, ആ ശുക്ർ പറഞ്ഞു വന്നിരുന്ന അതേ വായ അതിന്റെ ഒരു വിപരീത ഫലം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം പറഞ്ഞ് നമ്മൾ നേടിയെടുത്ത മുഴുവൻ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആയത്ത് അങ്ങനെ പറഞ്ഞത്, വഖുൽ ലിഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ. അവർ നല്ലതേ പറയാവൂ എന്ന് അവരോട് പറയണം. കാരണം നമ്മൾ എന്ത് പറയുന്നു എന്നതിന്റെ കൂടെ തന്നെ ആരുണ്ട്? ഇന്ന ശൈത്താൻ യൻസഉ ബൈനഹും. നിങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ നിശ്ചയം പിശാച് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ ഈ ഭൂമിയില് അവന്റെ സൃഷ്ടികളിൽ മനുഷ്യർക്ക് മാത്രമുള്ള അനുഗ്രഹമാണല്ലോ പറയുക, സംസാരിക്കുക, വായിക്കുക, എഴുതുക എന്നതൊക്കെ. ഞാൻ എന്താണ് സംസാരം എന്ന് പറയുകയല്ല, നമ്മുടെ മനസ്സിനകത്ത് ഉരുണ്ടുകൂടുന്ന ആശയങ്ങളെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പുറത്തു പറയാനുള്ള കഴിവിനെയാണ് സത്യത്തിൽ എന്ത് പറയാം, സംസാരം, വർത്തമാനം എന്നൊക്കെ പറയാം. ഈ ശേഷിയെ ഒരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ അത്ഭുതമാണ് അല്ലെ. സാധാരണ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, വഫീ അൽസിനത്തിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ഭാഷ, നിങ്ങൾ മൊഴിയുന്ന ഈ വാക്കുകളിൽ വരെ മഹാ അത്ഭുതമുണ്ട്. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയാൽ അത് നമ്മളേതായ ശൈലിയിലുള്ള ഭാഷ വരും. അപ്പുറത്തെ തൊട്ടടുത്ത ജില്ലക്കാരനാണെങ്കിൽ അവന്റെ ശൈലിയിലാണ് വരിക. തൊട്ടടുത്ത നാട്ടിൽ പോയാൽ അവനു തന്നെയാണുള്ളത് അല്ലെ. നമുക്കത് മനസ്സിലാവില്ല, പക്ഷെ അവർക്കത് മനസ്സിലാവും. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഒരു വാക്ക് നമ്മൾ പറയണമെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ ഒരുപാട് ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഞാനത് പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരൊറ്റ വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. നമ്മുടെ സംസാരത്തിന്റെ കഴിവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിരുന്നു. നമ്മളുടെയൊക്കെ വർത്തമാനം പറയാൻ കഴിയാത്തൊരവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് തിരിച്ചു ചിന്തിക്കുക. നമുക്ക് തന്നിട്ടുള്ള ഈ വർത്തമാനം പറയാനുള്ള ഈ കഴിവിനെ ഒന്ന് തിരിച്ചെടുത്താൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളോട് വർത്തമാനം പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആളുകള് നമുക്ക് സംസാരിക്കാൻ കിട്ടാത്ത ഒരു രംഗം വന്നുകൊണ്ട് നാവിങ്ങനെ കിടക്കുന്നുണ്ട്. വർത്തമാനം വരുന്നില്ലെങ്കിൽ, ശബ്ദം വരുന്നില്ലെങ്കിൽ പിന്നീട് ആരാ സംസാരിക്കുക? പിന്നീട് അവിടെ സംസാരിക്കുന്നത് ആരാ? കണ്ണീരാവൂല്ലേ? അതുകൊണ്ടാണ് ഇത്തരം പ്രത്യേകമായ നിഅമത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്ന് പറയുന്നത്. ഒരു കുട്ടി 2-3 വയസ്സുവരെ വയസ്സാവുമ്പോഴേക്ക് അവന്റെ ഉമ്മയുടെ അടുക്കൽ നിന്ന് മാതൃഭാഷ പറയാൻ തുടങ്ങും. അങ്ങനെ അതെങ്ങനെ സാധിക്കുന്നു? ശാസ്ത്രജ്ഞനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ ഇന്നത്തെ ഒരു സ്റ്റൈലാണ് ഈ വളർത്തു മൃഗങ്ങളെ പെറ്റാക്കിയിട്ട് വളർത്തുക എന്ന് പറയുന്നത്. ചില മൃഗങ്ങൾക്കൊക്കെ ഉള്ള വില നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ചെറിയ പൂച്ചക്കുട്ടികളാണെങ്കിലും അതുപോലുള്ള ചെറിയ മൃഗങ്ങളാണെങ്കിലും മത്സ്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീട്ടുകാരോട് എത്രമാത്രം അടുത്താണോ അത്രയും അടുത്താണ് ആ ജീവികൾ, മൃഗങ്ങളൊക്കെ ഉള്ളത്.
നമ്മുടെ സംസാരങ്ങളെല്ലാം നിരന്തരം ഈ ജീവികള് കേൾക്കുന്നുമുണ്ട്. പക്ഷെ ഒരു പൂച്ചക്കുട്ടി ഇതുവരെ സംസാരിക്കാൻ തുടങ്ങിയില്ലല്ലോ. ആ പൂച്ചക്കുട്ടിന്റെ ഒപ്പം തന്നെയുള്ള അതിനേക്കാളും പ്രായം കുറവുള്ള ചെറിയ കുട്ടിയായിരിക്കും അമ്മയുടെ കൂടെ സംസാരിച്ചു കൊണ്ടേ വരികയാണ്. എത്ര പെട്ടെന്ന് ഇതിന് കഴിയുന്നു! അതാണ് അതിശയിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. അർ-റഹ്മാൻ നമ്മൾ പറഞ്ഞല്ലോ, അല്ലമഹുൽ ബയാൻ. ആ ബയാൻ എങ്ങനെയാവണം? യഖൂലുല്ലതീ ഹിയ അഹ്സൻ. കാരണം താരതമ്യേന ചെറിയ അവയവങ്ങൾ ഉപയോഗിക്കുന്നിടത്തുള്ള പാളിച്ചകൾ കൊണ്ട് വലിയ വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കണക്കാക്കാൻ കഴിയാത്ത അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് മുഴുവനും നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയ അവയവങ്ങൾക്കുണ്ടായിരിക്കും. അല്ലെ? നമ്മുടെ സംസാര വൈകല്യങ്ങൾ കൊണ്ട് എത്രയെത്ര ബന്ധങ്ങളാണ് തകരുന്നത്, കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്നത്. പരസ്പരം മിത്രങ്ങളായി ജീവിച്ച ആളുകൾ എത്ര വേഗത്തിലാണ് ശത്രുക്കളായി മാറുന്നത്. ഇങ്ങനെ വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, എന്റെ മയ്യത്തിൻപുറം, എന്റെ ജനാസ, എന്റെ മയ്യത്ത് പോലും കാണുന്നത്, അയാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ഞാൻ മരിച്ചാൽ അവൻ എന്റെ മയ്യത്ത് വന്നു പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് വരെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കാരണം എന്തേ? ഇത് സാധനം ഉപയോഗിക്കുന്നിടത്ത് വന്നിട്ടുള്ള വൈകല്യായിരിക്കും. അതുകൊണ്ടാണ് നബിന്റെ അടുക്കൽ വന്നിട്ട് ആള് ചോദിച്ചു, റസൂലേ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, എന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സാധനം, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യേണ്ടുന്ന ഒരു സാധനം എന്താന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടി കാണിച്ചു പറഞ്ഞു, അതാ ഇതിനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു. അല്ലേ? ഇനി നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക. ബന്ധങ്ങൾ തകർന്നു, പിന്നീട് നന്നായി. അങ്ങനെ നന്നായാൽ പോലും പഴയതുപോലെ ആവാൻ കഴിയാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഉപയോഗിച്ച നമ്മുടെ വാക്കുകളുടെ ആ രീതിയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നത്, വഖുൽ ലിഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നല്ലതേ പറയാവൂ. അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞതാണ്, ഇന്ന ശൈത്താൻ യൻസഉ ബൈനഹും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ വിചാരിക്കാത്ത ആശയതലങ്ങളിലേക്ക് അവരുടെ മനസ്സുകളിൽ കടന്നു ചെല്ലുന്ന ഒരു പരുവം ആരുണ്ടാക്കും? അത് ശൈത്താൻ ഉണ്ടാക്കും. അതുകൊണ്ട് പറയുന്ന വാക്കുകളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം. ഇസ്രായേലിയരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറെ കരാറുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ കുരിശിന മലയെ അവരുടെ തലയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് വരെ വാങ്ങിക്കുന്ന കരാറുകളുണ്ട്. ആ കരാറുകൾ പറഞ്ഞത് എന്നറിയാമോ? ഇസ്രായേലിന്റെ മക്കളിൽ നിന്ന്, അഥവാ യാക്കൂബ് അലൈഹി ഇസ്ലാമയുടെ സന്താന പരമ്പരയിൽ നിന്ന് നമ്മളൊരു കരാറ് വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാ കരാർ അറിയോ? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, പാവങ്ങൾക്ക്, യതീമുകൾക്ക്, അടുത്ത ബന്ധുക്കൾക്കൊക്കെ സഹായം ചെയ്യണം. എന്നിട്ട് പറഞ്ഞെന്താ? വഖൂലു ലിന്നാസി ഹുസ്ന. ഇത് കാലം മുതലാണ് നോക്കണേ. വഖൂലു ലിന്നാസി ഹുസ്ന, മനുഷ്യരോട് നല്ല നിലയിൽ സംസാരിക്കണം. എന്നിട്ടാണ് ഏത് പറഞ്ഞറിയാം? നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറയണത്. ഇത് പടച്ചോനും നമ്മളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പടപ്പുകളും തമ്മിലുള്ള ബന്ധം കൂടി വൃത്തിയുള്ളതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറയുന്നിടത്ത് നമുക്ക് കാണാം, കാന ത്വീലു സുബ്തി വ ഖലീലുൽ ലഹഖ്. റസൂലുള്ളാഹി ഇങ്ങനെ വായിട്ടിട്ട് ഇങ്ങനെ തുറന്ന് ഒരു വളവളാന്ന് ചിരിക്കൂല. നബിയുടെ മുഖത്ത് അധികവും പുഞ്ചിരി മാത്രമാണ്. അങ്ങനെ വലിയ ചിരിയല്ല, പുഞ്ചിരിയുണ്ട്. പക്ഷെ കാന ത്വീലു സുബ്തി, അദ്ദേഹം നിശബ്ദത കൂടുതലാണ്, കുറച്ച് സംസാരിക്കുക. ഈ സുംത് എന്ന് പറഞ്ഞാൽ കുറച്ചു വർത്തമാനം പറയുന്നതിനാണ് അറബിയിൽ പറയുക.
അതേപോലെ തന്നെ അതിന് രണ്ട് വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അറബിയിൽ. ഒന്ന് സുക്കൂത്ത് എന്നൊരു വാക്കുണ്ട്, ഒന്ന് സുംത്ത് എന്നൊരു വാക്കുണ്ട്. രണ്ടും നമ്മൾ അർത്ഥം പറയുമ്പോ നിശബ്ദത എന്നാണ് പറയാ. പക്ഷെ സുംത്തിന് അറബിയിൽ വ്യാഖ്യാനം കൊടുത്ത് എങ്ങനെ അറിയോ? സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ യതവല്ലദു ബിനൽ ഖൗഫ്, ഒരാളെ പേടിച്ചുകൊണ്ടുണ്ടാകാവുന്ന ഒരു നിശബ്ദതക്കാണ് പറയാ. ആ സുക്കൂത്തായി എന്നതാണ് പറയുന്നത്. അതേസമയം അസുംത്ത് എന്ന് പറഞ്ഞാലോ യതവല്ലദു മിനൽ അദബി വൽ ഹിക്മ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ നിന്ന്, അവന്റെ സാംസ്കാരിക മൂല്യത്തിൽ നിന്ന്, ധാർമ്മിക മൂല്യത്തിൽ നിന്നുണ്ടാകാവുന്ന ആ വ്യക്തിത്വത്തിന്റെ മികച്ച പ്രഭാവമാണ് ഖാനസുംത്ത്. നബിനങ്ങനെ നോക്കിയാൽ അപ്പൊ ആ മൗനത്തിന് പോലും വാചാലത നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന, അതിന്റെ ശറഹിൽ കാണുന്ന എങ്ങനെ അറിയാം? ആവശ്യമുണ്ടാവുമ്പോ മാത്രം സംസാരിക്കാം, ആവശ്യമില്ലാത്തുമ്പോ വെറുതെ സംസാരിച്ച് സമയം കളയുക, ഈ രീതി ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ഇതെന്തൊന്നും ഉണ്ടായിരിക്കില്ല, എന്തേലുമൊക്കെ പറയൂ അല്ലെ, എന്തേലുമൊക്കെ പറയൂ, നമുക്ക് സമയം പോണ്ടേ എന്നുള്ളതാ. അങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടിയാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, സംസാരം കൂടിയാൽ തെറ്റുകൾ കൂടും. അതുകൊണ്ടാണ് ആവശ്യത്തിന് സംസാരിക്കണം. എന്നാലോ തമാശ പറയണ്ട എന്നാണോ? അല്ലല്ലോ, തമാശകൾ പറയാം, പക്ഷെ ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും തമാശയാവൂലല്ലോ. അപ്പൊ ആ തമാശയ്ക്ക് പോലും ഒരു മനോഹാരിത ഉണ്ടാവണം. അതാണ് വഖൂലു ലിന്നാസി ഹുസ്ന എന്ന് പറഞ്ഞാൽ. എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയാതെ തോന്നിയതുപോലെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും വിവേകം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് കൂടുക. അനർത്ഥങ്ങൾ ഇല്ലാതാക്കാൻ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശൈലികൾ, പെരുമാറ്റങ്ങൾ ശരിയാവണം. അതിന് എന്ത് പറയുന്നു എന്നത് പോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ പറയുന്നു എന്നതും. എന്ത് പറയുന്നു എന്നതുപോലെ പ്രധാനമാണ് എങ്ങനെ പറയുന്നു എന്നതും. ശൈലിയും പ്രധാനമാണ്. ഞാനത് വിശദീകരിക്കാൻ സമയമല്ല. പറയുന്ന രീതി നന്നായിട്ടില്ല എങ്കിൽ നമ്മൾ പറയുന്നത് എത്ര മഹത്വമേറിയ സംഗതികളാണെങ്കിലും അതിന് വിപരീത ഫലമാണ് ഉണ്ടാവുക. അതാണ് വഖൂലു ലിന്നാസി ഹുസ്ന യഖൂലു ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞാൽ. ആർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിമൻ അതാബൽ ഖലാം, വാക്കുകളെ വളരെ വൃത്തിയോടുകൂടി ഉപയോഗിച്ചവനാണ് സ്വർഗത്തിലെ സ്ഫടിക സമാനമായ അവസ്ഥ കിട്ടുക എന്നാണ്. പിന്നെ പറഞ്ഞതറിയോ? ലിമൻ അലാനൽ കലാം, തന്റെ വാക്കുകളെ ലോലമായി പിന്നെ ലീനായി ഉപയോഗിച്ച ഒരാള്. പാവങ്ങളെ ഊട്ടിയവൻ, രാത്രി നമസ്കരിച്ചവൻ. ഇതൊക്കെ വരുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രകടമായ ഭാവത്തിന് ശേഷമാണ്. ആലോചിച്ച് നോക്കൂ, സംസാരിക്കുന്നത് ആരോട് പറയുന്നു നമുക്ക് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. ഇപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, മുആവിയ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അലിയുടെ ഖിലാഫത്തിന്റെ കാലത്ത് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നമുണ്ടായ സന്ദർഭത്തില് അലി റളിയല്ലാഹു അൻഹു മുആവിയയും തമ്മിൽ കുറച്ച് അവരുടേതായ കുറച്ച് പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കെയാണ് കിഴക്കൻ ഭാഗത്ത് നിന്ന് ഇസ്ലാമിക ലോകത്തെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ, അന്നത്തെ നസ്വാറാക്കൾ എന്ത് ചെയ്യുന്നറിയോ? ഇവരുടെ വിഭാഗീയതയെ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് മുആവിയക്ക് ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചുകൊണ്ട് അലിയെ എതിർക്കാൻ പറഞ്ഞു. ഉടനെ മുആവിയ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ ഭാഷയിൽ ഒരു വർത്തമാനം പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. അലിയെ എങ്ങാനും നിങ്ങൾ ആക്രമിച്ചാൽ അലിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആദ്യം നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുക ഞാനായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാണോ എന്തെങ്കിലും വാക്കേറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേറെ കുതന്ത്രങ്ങൾക്ക് വേണ്ടി ശ്രമിക്കരുതെന്നാണ്. ആ ഒരൊറ്റ വാക്കാണ് അന്നത്തെ നസ്വാറാക്കളെ ഇസ്ലാമിക ലോകം ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് എന്നാണ്. ബാക്കിയൊക്കെ ഞാൻ പറയുന്നതിന്റെ ആശയങ്ങളെ നിങ്ങൾ കൂടി ചേർത്തി വായിച്ചോളുക. അക്സറു ഖത്തായ ഇബ്നു ആദം മിൻ ലിസാനിഹി, തന്റെ വാക്കുകളിൽ വരുന്ന അപാകതകളെ, എങ്ങനെയാണ് ആ തെറ്റുകൾ വരുന്നത്, എങ്ങനെ നമ്മൾ സൂക്ഷിക്കണമെന്നതിന് ഉലമാ പറഞ്ഞു തരുന്ന കുറെ സംഗതികൾ ഞാൻ എണ്ണി പറഞ്ഞു തരാം. 8 കാര്യങ്ങൾ
നമ്മുടെ സംസാരങ്ങളിൽ ശ്രദ്ധയുണ്ടാകണമെന്നാണ്. ഒന്ന്, സ്വന്തത്തിനും മറ്റുള്ളവർക്കും വരുന്ന ബുദ്ധിമുട്ടിനെ അകറ്റാനാവുന്നത് മാത്രം പറയുക. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളത് പറയാൻ ശ്രമിക്കുക. രണ്ട്, ബയാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ആലോചിക്കണം, കൂടെ വരണം. സംസാരിക്കേണ്ട സന്ദർഭങ്ങളെ കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടായി. ഒരു വർത്തമാനം പറയാന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പറയാൻ ഒരവസരം ഉണ്ടോ, ഉണ്ടെങ്കിലല്ലേ പറയാണ്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത നമ്മളോട് കാണിച്ച് അവിടുന്ന് പറയണോട് കൂടെ നമ്മൾ ഇല്ലാണ്ടായല്ലോ. അതുകൊണ്ട് സംസാരിക്കുന്നത് വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാവണം. മറ്റൊന്ന്, നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രം പറയുക. സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് തെരഞ്ഞെടുക്കുക. ഇനി മറ്റുള്ളവരെ പുകഴ്ത്താനായാലും തിരുത്താനായാലും ആവശ്യത്തിന് വേണ്ടി മാത്രം പറയുക. ആവശ്യമുള്ള വാക്കുകൾ പറയുക. അധികമായാൽ ഇത് രണ്ടും അപകടം ചെയ്യും. മറ്റൊന്ന്, സംസാരിക്കുമ്പോ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ നാവ് കൊണ്ട് ദിക്റും തസ്ബീഹും ഹംദുമൊക്കെ കൂടുതൽ പറഞ്ഞ് സജീവമാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സഹോദരങ്ങളെ, ഇനി പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഏഷണി, പരദൂഷണം, കളവ് എന്നിവയിൽ നിന്ന് നാവിനെ സൂക്ഷിക്കണം. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ, അയാളുടെ കുടുംബ ജീവിതത്തിൽ, അയാളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഒരു ദൂഷ്യമാണ് നമ്മൾ ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ. ഗീബത്ത് അല്ലെ, വൈബ് എന്ന വാക്കിൽ തന്നെയാണ് അത്ര ഇത് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലിനെയാണ് നമ്മൾ ഗീബത്ത് എന്ന് പറയാം. ഒരാളുടെ ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട്, ഒരാളുടെ സാന്നിധ്യത്തിലാണെങ്കിൽ പോലും മറ്റൊരാൾ അറിയാൻ പാടില്ല എന്ന് അയാൾ കരുതുന്ന കുറെ സംഗതികൾ ഉണ്ടാവുമല്ലോ, അത് പറയുന്നതും ഈ ഗീബത്തിന്റെ വശത്തിലാണ് വരിക എന്ന് ചില ഉലമാ എണ്ണിയിട്ടുണ്ട്. മൽഈബ എന്താണത്? അത് വളരെ ബോധപൂർവമാണ് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ കാലങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞത് എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാല്? ഒരാൾക്ക് വളരെ വെറുപ്പുണ്ടാകാവുന്ന, അയാൾ വെറുക്കുന്ന കാര്യങ്ങൾ അയാളെ കുറിച്ച് പറയുക. അപ്പൊ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ, അയാളിൽ ഉള്ളതാണ് ഞങ്ങൾ പറയണെങ്കിലോ എന്ന് ചോദിച്ചു. അങ്ങനെന്നാൽ നമുക്ക് വരും, നമ്മളും സമാധാനിക്കുന്ന, ഞാൻ അയാളിൽ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ, അയാൾ ഉള്ള തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിനെന്താ പ്രശ്നം? അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്തെന്നറിയാം. നീ പറയുന്നതാണ് അയാൾ ഉള്ള കാര്യമാണെങ്കിലോ അപ്പോഴാണ് ഈ ഗീബത്ത് എന്ന് പറഞ്ഞെന്ന് പറയുന്നത്. അയാൾ ഇല്ലാത്തതാണ് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അത്? കളവല്ലേ, അയാളുടെ പേരിൽ ആരോപിക്കലല്ലേ, അവന്റെ ദൂഷ്യം പറയലല്ലേ, അവരന്റെ ദൂഷ്യം പറയലാണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് വാക്കുകൾ എന്നത് വാക്കിനേക്കാൾ തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലും എന്ന് മറ്റേ മാഷ് പാടിയ പാട്ടുകൾ കേട്ടിട്ടില്ല, ആ ചെറിയ കവിത. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിൽ വരുന്ന 3 പ്രധാനപ്പെട്ട അപകടങ്ങൾ ഞാൻ ചുരുക്കിയാ പറഞ്ഞു തരുന്നത്. ഒന്ന്, നാവ് കൊണ്ടുണ്ടാകുന്നതാണ്. ഒന്ന്, കളവ്. 2, തർക്കങ്ങൾ, ന്യായീകരണങ്ങൾ. 3, ഗീബത്ത് എന്ന് പറയുന്നത്. ഈ 3നെയും നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾക്കെല്ലാവർക്കും നമ്മുടേതായ ചിന്തകളും നമ്മുടെ രാഷ്ട്രീയ ലൈനുകളും എല്ലാം ഉണ്ടാവും. ഞാൻ തുറന്നു പറയാം, നമുക്ക് അങ്ങനത്തെ ഒരു അരാഷ്ട്രീയവാദം ഒരിക്കലും നമുക്ക് ഉണ്ടാവാനും പാടില്ല. നമ്മളൊരു ജനാധിപത്യ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടേതായ കർമ്മങ്ങൾക്കൊക്കെ ഒരു ന്യായത്തിൻ്റെതായ റൂട്ടും വഴികളെല്ലാം ഉണ്ടാവണം. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ അന്തസ്സിനും നമ്മുടെ സ്ഥാനത്തിനും നമ്മുടെ അദബിനും യോജിച്ചതാവണം. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് കേൾക്കുന്നതിനെ കുറിച്ച് മുഴുവനും അങ്ങനെ ഒരു രൂപമില്ലാത്തൊരു സംസാരം ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഒരാളെ കുറിച്ച് നല്ലത് മാത്രമേ നമ്മൾ വിചാരിക്കാവൂ. അള്ളാഹുവിനെ കുറിച്ചാണെങ്കിലും പടപ്പുകളെ കുറിച്ചാണെങ്കിലും നല്ലത് വിചാരിക്കാൻ നമ്മൾ ശ്രമിക്കണം.
കാരണം ന്യായമല്ലാത്തൊരു ധാരണ വേറൊരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമല്ലല്ലോ. ഈ ഹുസ്നുൽ വന്നി എപ്പോഴും നല്ലൊരു സംഗതിയാണ്. സ്വന്തത്തെ കുറിച്ചാണെങ്കിൽ പോലും നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് വരിക എന്ന് പറയുന്നത് അയാളെ മാനസികമായി ശാരീരികമായി വളർത്തും. നെഗറ്റീവ് ചിന്തയാണ് വരുന്നെങ്കിൽ അയാൾ തന്നെ മാനസികമായിട്ട് തളരുമല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് നമ്മളുടെ മോശപ്പെട്ട കുറേ അവസ്ഥകൾ ഇങ്ങനെ എഴുതുകയാണ്. എന്നെ കാണാൻ തീരെ ഭംഗിയില്ല, ഞാന് അത്ര ഒരു ഗെറ്റപ്പില്ല, എനിക്ക് ഇന്നതില്ല, ഞാൻ എന്റെ മുടിയാകെ നരച്ചിട്ടാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറെ സംഗതികൾ ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ താഴെ ഒപ്പിട്ട് നോക്കൂ. എന്നിട്ട് ആ പേജിന് നേരെ ഇപ്പുറത്ത് എഴുതുക. ഇത് ഇപ്പൊ നെഗറ്റീവായി എഴുതിച്ചാൽ നേരെ പോസിറ്റീവായ കാര്യങ്ങൾ എഴുതി നോക്കി. അൽഹംദുലില്ലാഹ്, എനിക്ക് ഇന്നതെല്ലാം ഉണ്ട്, ഞാൻ ഇന്ന രൂപത്തിലുള്ള ആളാണ്, ഞാൻ ഇന്നടത്ത് എത്തിയവനാണ്. നമ്മളെ ജീവിതത്തിൽ കാണുന്ന എന്റെ മക്കളില്ലാണ് ഇപ്പൊ പറഞ്ഞു കുറെ, ഞാനെല്ലാം ഇന്നല്ലാട്ടോ, കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ട് അതിന്റെ ചോട്ടിലൊന്ന് ഒപ്പിട്ടിട്ട് ഈ രണ്ട് ഒപ്പും പാടുന്നതൊന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട്. നെഗറ്റീവ്സ് എഴുതിയിട്ടുള്ള ആ ഒപ്പ് താരതമ്യേന ഒരു ജാതി വരഞ്ഞ ഒരു രൂപത്തിലായിരിക്കും. പക്ഷെ പോസിറ്റീവ് എഴുതിയിടത്ത് പറയുന്നത് എന്തറിയാമോ? അവിടെ എഴുതിയിടത്ത് നമ്മൾ ഇട്ട ഒപ്പാണെങ്കിൽ അത് വളരെ രസകരമായ ഒരു കുറച്ച് ഗാംഭീര്യമുള്ള ഒപ്പായിരിക്കും. വെച്ചാൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി അതിനനുസരിച്ച് മഹത്വം വരുന്നത് കുറെ സംഗതികളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം വേറൊരാള് നമ്മളെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ പറ്റാവുന്ന സാഹചര്യങ്ങളിൽ മാത്രം ഉണ്ടാവാനുള്ള ശ്രദ്ധയും നമുക്കുണ്ടാവണം. ഒരാളെ കുറിച്ച് നല്ലതേ വിചാരിക്കണുള്ളൂ, പക്ഷെ എന്നെ കുറിച്ച് അയാൾ നല്ലതേ വിചാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥാനത്താണ് നമ്മൾ അധികം ഉണ്ടാവേണ്ടത്. കാരണം തെറ്റിദ്ധാരണകൾ കടന്നൽകുന്ന സ്ഥലങ്ങളിൽ ഇല്ലാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് നബി ഒരു അനുഭവം പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിൽ ഇരിക്കുന്ന സന്ദർഭം നിങ്ങൾ ഇത് കേട്ടിരിക്കും. ഇഅ്തികാഫിൽ ഇരിക്കുമ്പോ നബിയുടെ പ്രിയതമ സഫിയ ബീബി റളിയല്ലാഹു അൻഹ ഒരു ഇശായോട് അടുത്ത സമയത്ത് മദീനത്തെ പള്ളിയിലേക്ക് വരിക. ഇവര് പീരിയഡിലാണ്, പള്ളിയിലേക്ക് കയറാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറമേക്ക് വിളിച്ചു. എന്നിട്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ്, ഇശ എന്നൊക്കെ പറഞ്ഞാൽ ഇരുട്ട് നല്ല കൂടിയ സമയമാണ്. ഇവരോട് വർത്തമാനം പറയുന്നത് കേട്ട പാട് രണ്ട് അൻസാരി സഹോദരങ്ങൾ സഹാബികൾ വരെ നബിനെ കണ്ടു. നബിനെ കണ്ട പാടെ ഈ ആളുകൾ അവര് വേഗത്തിൽ ഓടിപ്പോവുക. ലഭിക്കെന്ന് തോന്നി. ഒരു രണ്ടുപേരെയും വിളിച്ചു, ഇന്നഹ സഫിയ, ഇവൾ എന്റെ ഭാര്യ സഫിയാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താ നബി ഞങ്ങൾ അങ്ങനെ പറയണത്, ഞങ്ങൾ എന്താണെന്ന് ഒന്നുമില്ല. ഇന്ന ശൈത്താൻ യജ്രി മിൻ മജ്റദം, ശൈത്താന്, അവിടെയാണ് ഈ വാക്ക് പറയണത്, മനുഷ്യന്റെ ശരീരമോട്ടമുള്ള എല്ലാ ഭാഗത്തോടെയും ശൈത്താൻ സഞ്ചരിക്കട്ടോ എന്ന് പറഞ്ഞെടുത്തിട്ട് നബി അവരെ പറഞ്ഞയച്ചു. എന്നുവെച്ചാൽ അതിന് പിന്നെ കുറെ ഭയം തരുന്നുണ്ട്, സമയമല്ല, ആലോചിക്കേണ്ടതറിയോ. ആ ഒരു ധാരണ റസൂലും തിരുത്തിയിട്ടില്ലെങ്കിലോ ആ ഉണ്ടാകുന്ന ഒരു സന്ദർഭം കൂടെ ഞാൻ പറഞ്ഞത് നമ്മൾ കരുതണം. നമ്മളുടെ വാക്കുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. എന്തെങ്കിലും വിളിച്ചു പറയുക, എന്തെങ്കിലുമൊക്കെ അയക്കുക, എല്ലാം ഫോർവേഡ് ചെയ്യുക, അങ്ങനെയൊരു സംസ്കാരം ഒരിക്കലും നമ്മുടെ അടുത്ത് വരാൻ പാടില്ല. അതവുള്ളവരാകണം, ദീനിന്റെ മര്യാദകൾ പാലിക്കണം, ആരെയും വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത്. നല്ല നിലയിൽ ജീവിച്ചു പോകണം. തെറ്റുകുറ്റങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, നമ്മൾ അംഗീകരിക്കണം. എന്തിനാണ് ഒരാൾ മരിച്ചാൽ ഉടനെ നിങ്ങൾ അയാൾക്ക് വേണ്ടി അല്ലാഹു ഗഫൂർ ലഹു വർഹം എന്നാണ് നിങ്ങൾ പറയേണ്ടത്? ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? ഒരാൾ മരിച്ചാല് ആദ്യം പറയേണ്ടതാണ് അല്ലാഹു ഗഫൂർ ലഹു, പടച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കുന്നല്ലേ. അപ്പൊ അയാളെ ജീവിതത്തിൽ തെറ്റും കുറ്റവും വരുന്നല്ലേ, നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. നമ്മൾ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. നല്ല സമീപനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക. ഊഹങ്ങളെ പരമാവധി നമ്മൾ ഉപേക്ഷിക്കുക. മരിക്കുന്നത് വരെ തല്ലുകൂടി ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മുനിപ്പ് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനത് നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചേർത്തി വായിച്ചാൽ മതി കേട്ടോ. വാപ്പയും വലിയമ്മയും മക്കൾ, വലിയ വലിയ മക്കളുണ്ട്. പക്ഷെ മരിക്കുന്നത് വരെയും, മരിക്കുന്ന തലേന്ന് വരെയും വാപ്പയും എന്നും വഴക്കാം. നല്ല സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും ശരി എന്നും വഴക്കാണ്. വാപ്പ മരിച്ച്
മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉമ്മ വീണ്ടും കരച്ചിലാണ്. ചെറിയ മകൻ ഉമ്മനോട് വന്നു ചോദിച്ചു, ഉമ്മ എന്തിനാണ് നിങ്ങള് വാപ്പ ഉണ്ടാകുന്ന കാലത്ത് നിങ്ങൾ കരച്ചിലും വഴക്കും എന്നും വഴക്ക് തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. എന്തിനപ്പം നിങ്ങൾ കരയണത്? ഒന്നുമില്ല മനെ, ഇപ്പൊ ഉണ്ടായിരുന്ന കാലത്ത് ഉപ്പാക്കൊരു ദിവസം ഒരു നേരം പോലും നല്ല നിലക്ക് ഉപ്പാനോട് എനിക്ക് പെരുമാറാൻ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എപ്പോഴും കരയണമെന്നാണ്. അങ്ങനെ കരയുന്ന ഒരു അവസ്ഥ നമുക്ക് വരരുതല്ലോ. ഞാൻ ബോധപൂർവ്വം പറഞ്ഞിട്ടോ. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് നമ്മുടെ കുടുംബം വേദനിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചൊരു വാക്ക് ഉപയോഗിച്ചാൽ എത്രമാത്രം സന്തോഷങ്ങൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഇതിനെ നന്നായി സൂക്ഷിക്കുക. അകത്തും പുറത്തും ഇല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ ഇതിലൂടെ തന്നെ ഒഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രാർത്ഥിക്കണം റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു തരം പ്രതിസന്ധി രൂക്ഷമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും കൂടുതൽ രൂക്ഷതയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാനുള്ള സാധ്യതയും ലോകത്ത് കൂടുതലാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ആ സന്ദർഭങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്, അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഓതി പറഞ്ഞു തരാം. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നമുക്കിടയില് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഇടങ്ങാറാക്കൂല, നമ്മളെ പ്രയാസപ്പെടുത്തൂല, ശിക്ഷിക്കൂല. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളൊരു പണി എന്തുള്ളൂ എന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങൾ വളരെ അസ്വസ്ഥജനകമായി വരുമ്പോ ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ കൂട്ടണം. ഏതാണ് ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുനിന്ന് പിരിയുന്ന ഘട്ടത്തില് കൂടുതൽ പറഞ്ഞ വാക്ക് ഈ ഇദാ ജാഅ നസ്റുല്ലാഹി എന്നുള്ള സൂറ ഉണ്ടല്ലോ, ആ സൂറനെ അങ്ങനെ ചേർത്ത് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഈ വാക്കുകൾ ഇങ്ങനെ നമ്മൾ കുറെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറെ പ്രതിസന്ധികളൊക്കെ അല്ലാഹു അതിലൂടെ മാറ്റും. പിന്നെ നമ്മൾ മനസ്സ് തട്ടി തേടണം. ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. ആ പ്രാർത്ഥന നമ്മൾ വാക്കുകൾ ഒരു കെട്ടിക്കൊടുക്കേണ്ടതൊന്നും വിചാരിക്കേണ്ട, കാണാതെ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അദാഇ യാ അല്ലാഹ്. അല്ലാഹുവേ, ജഹദുൽ ബലാ എന്റെ വാക്കിന്റെ നേരെ അർത്ഥം കടം കൊണ്ട് പൊറുതി മുട്ടി വീട്ടാൻ കഴിയാതെ നമ്മുടെ കൈകളിലുള്ള സംഗതികളൊക്കെ പണയപ്പെടുത്തേണ്ടി വരുന്ന, വളരെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിനാണ് അറബിയിൽ ജഹദുൽ ബലാ എന്ന് പറയുന്നത്. പഠിച്ചോട്ടെ, ജഹദുൽ ബലായിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വദർക്കു ശഖാ. ദർക്കു ശഖാ എന്ന് പറഞ്ഞാൽ എന്തു തുടങ്ങിയാലും പരാജയം വരും. ആണ് ദർക്കു ശഖാ എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ് തുടങ്ങി, അതുകൊണ്ട് താഴോട്ട് തന്നെയാണ്. ഇവിടെ അത് തുടങ്ങി, അങ്ങനെ എല്ലാം നീട്ടി പറയല്ല. അങ്ങനെ വരുന്നതിനാണ് ഈ ദർക്കു ശഖാ എന്ന് പറയുക. പിന്നെ വരുന്നത് അറിയോ? വസൂഇൽ ഖലാ. എന്റെ അവസ്ഥ വളരെ മോശപ്പെട്ടു. അത് രണ്ട് കണക്റ്റഡാണ്. ആദ്യം പറഞ്ഞു എന്തു തുടങ്ങിയാലും പരാജയം വരിക, വളരെ പെട്ടെന്ന് തന്നെ എല്ലാതും മോശപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അതോ അങ്ങനെ വരുമ്പോഴും വരുന്നുണ്ടറിയോ? എന്റെ പതനം കണ്ട് എന്റെ ശത്രു സന്തോഷിക്കുന്ന ഒരു സാഹചര്യം വരിക. അതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പൊ എങ്ങനെ പറയണ്ടേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർഖി ശഖാഇ
വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. യാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ ജനാസ ഇങ്ങനെ മയ്യത്തിസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പോ പല ആൾക്കാരും പറയും, പഠിച്ചോനെ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. അങ്ങനെ നബി അധികം പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്ന വാക്കാണത്. എന്നാലും ജീവിച്ചിരിക്കുമ്പോ തന്നെ അതൊക്കെ ഒന്ന് പൊറുക്കലിനെ കൊടുത്തിട്ട് പരസ്പരം നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട് സഭ്യമല്ലാത്ത പെരുമാറ്റ രീതിയില്ലാത്ത വിധം സഭ്യമായ വിധത്തിൽ തന്നെ ആളുകളോട് ഇടപെടാനോ പെരുമാറാനോ ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള സാഹചര്യവും തൗഫീഖും തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടുവന്ന, ഞങ്ങളുടെ നാവുകൾ കൊണ്ടുവന്ന വീഴ്ചകൾ റബ്ബേ നിന്നോട് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ ഓർക്കുന്നതുണ്ട്, ഓർക്കാത്തതുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാ വീഴ്ചകളും നിന്റെ മഹത്തായ ഫضല് കൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പേകി തരയണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുറ്റങ്ങൾ കുറവുകളെല്ലാം നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കനത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങളുണ്ട്. അബ്ബേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും കാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ വിഷമത്തിലാണ്. എല്ലാവിധത്തിലുള്ള മുസീബത്തുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾ, ഞങ്ങൾ തുടങ്ങാനിരിക്കുന്ന സംരംഭങ്ങൾ, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഇടപാടുകൾ, എല്ലാ രംഗത്തും റബ്ബേ നീ ഞങ്ങൾക്ക് ബർക്കത്തിനെ തന്ന് ഞങ്ങളെ തുണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കാരുണ്യമുള്ള സ്നേഹമുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഈ ലോകം വിട്ടു പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നിന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.